യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 28, 29, 30, 31 വാക്യങ്ങൾ. നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവന്റെ സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയെത്തി വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. നോമ്പിന്റെ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ലോകത്തിന്റെ ചിന്തകളിലും തത്വങ്ങളിലും അകപ്പെട്ട് അജ്ഞത മൂലമോ അവിവേകം മൂലമോ അനേകം ചെറുപ്പക്കാരും മുതിർന്നവരും ഇന്ന് ഈ ലോകത്ത് വിശ്വാസം ത്യജിച്ച് നിരീശ്വരവാദികളായി ജീവിക്കുന്നവരുണ്ട്. കർത്താവെ, അവരിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും ചൊരിഞ്ഞ് അവരുടെ ഹൃദയങ്ങളെ വിശ്വാസത്താൽ ദൃഢപ്പെടുത്തണമേ. അവർക്ക് ഉറച്ച വിശ്വാസം നൽകണമേ. വിശ്വാസത്തിന്റെ ശക്തി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ജപം ചൊല്ലി അവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം.